മോർണിംഗ്. സുഖമാണല്ലോ എല്ലാവർക്കും അല്ലേ? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോർത്ത് ക്വാർട്ടറിൽ ഒരു പോയിന്റ് എങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രോബ്ലം ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഒന്നാമത്തെ പ്രോബ്ലം നമുക്ക് ചെയ്യാം. എ പോയിന്റ് ഡി ഈസ് ലൊക്കേറ്റഡ് 40 mm below HP and 20 mm in front of VP. Draw its projections. അതായത് ഒരു പോയിന്റ് ഡി പറഞ്ഞിരിക്കുന്നത് 40 mm താഴെയും ഏതിന്റെ എച്ച് പിക്ക് താഴെയും 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്. ഇങ്ങനെ പറഞ്ഞാൽ ഏത് ക്വാർട്ടറിന്റെ ആയിരിക്കും? അതായത് 40 mm താഴെ എച്ച് പിക്ക് താഴെ ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അപ്പൊ ഏത് ക്വാർട്ടറിന്റെ ആയിരിക്കും? ഇത് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരണം ഏത് ക്വാർട്ടറിന്റെ ആണെന്നുള്ളത്. ഏത് ക്വാർട്ടറിനാണിത്? ഫോർത്ത് ക്വാർട്ടറിലായിരിക്കും അല്ലേ? ഫോർത്ത് ക്വാർട്ടറിൽ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് വരയ്ക്കാൻ നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തേർഡ് ക്വാർട്ടറിന്റെ ഒക്കെ വരച്ചപ്പോൾ ഞാൻ പറഞ്ഞു എക്സാമിന് വരയ്ക്കുമ്പോൾ നിങ്ങൾ നേരത്തെ വരച്ച പോലെ പ്ലെയിനുകളൊന്നും വരയ്ക്കരുത്. കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ച പോലെ പ്ലെയിൻ ഒന്നും വരയ്ക്കരുത്. അതിനുള്ള സമയം കിട്ടില്ല നമുക്ക്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്ലെയിനിന് പകരം 2D വ്യൂ വരയ്ക്കുക. ജസ്റ്റ് റഫായിട്ട് 2D ആയിട്ടൊരു വ്യൂ വരയ്ക്കുക. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ആദ്യം ഏത് വരച്ചു? എച്ച് പി എന്നുള്ള പ്ലെയിൻ നമ്മളിവിടെ വരച്ചു. എച്ച് പി വരച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? വി പി എന്നുള്ള പ്ലെയിൻ വരച്ചു. അപ്പൊ എച്ച് പിക്ക് പെർപെൻഡിക്കുലർ ആണ് വി പി നമ്മൾ വരയ്ക്കുന്നത്. എച്ച് പിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വി പി നമ്മൾ വരച്ചു. ഇനി നമ്മൾ ഈ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നമ്മൾ ഇതിനകത്ത് നോട്ട് ചെയ്യാണ്. ഈ പോയിന്റ് എവിടെയാണെന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? 40 mm ബിലോ എച്ച് പി. എച്ച് പിയിൽ നിന്ന് 40 mm താഴെ. നോക്കാം. എച്ച് പിയിൽ നിന്ന് 40 mm താഴെ. ഓക്കെ. ഇനിയോ അടുത്തതോ? ഇൻ 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. വി പിയിൽ നിന്ന് 20 mm മുന്നിൽ. നോക്കാം. വി പിയിൽ നിന്ന് 20 mm മുന്നിൽ. അതപ്പോൾ എവിടെ കിട്ടും? ഈ ഒരു പോയിന്റ് നമുക്ക് കിട്ടി. ഈ പോയിന്റിന്റെ പേരെന്താണ് കൊടുത്തിരിക്കുന്നത്? ഡി ആണ്. ആ പോയിന്റ് പേരാണ് ഡി എന്ന് പറഞ്ഞ് നമുക്ക് പോയിന്റ് നമുക്ക് കിട്ടി. അപ്പൊ ഇത്രയായിരിക്കും നമ്മുടെ റഫ് കാൽക്കുലേഷൻ കഴിഞ്ഞു. റഫ് വർക്ക് നമ്മുടെ കഴിഞ്ഞു. ഇപ്പൊ നമുക്കൊരു ഐഡിയ ആയി ഇത് എവിടെയാണുള്ളത്? ഫോർത്ത് ക്വാർട്ടറിലാണ്. നമ്മൾ ക്വാർട്ടറിന്റെ മാർക്ക് ചെയ്യുന്ന നമ്മൾ ആദ്യം തൊട്ട് പറയുകയാണ്. ഇനിയും പറഞ്ഞ് ബോറടിപ്പിക്കില്ല. എന്നാലും ജസ്റ്റ് ഇനി ഓർക്കാത്തവർക്ക് ഒന്നും കൂടി ഒന്ന് പറയാം. നമ്മൾ ആന്റി ക്ലോക്ക് വൈസിലാണ് ക്വാർട്ടറിന്റുകൾ മാർക്ക് ചെയ്യുക. 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ആന്റി ക്ലോക്ക് വൈസിൽ നമ്മൾ ക്വാർട്ടറിന്റെ മാർക്ക്. അപ്പൊ ഇത് ഏത് ക്വാർട്ടറിലാണ് വന്നിരിക്കുന്നത്? ഫോർത്ത് ക്വാർട്ടറിലാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ എക്സാമിലേക്ക് വേണ്ടി നമ്മുടെ ആൻസറിലേക്ക് വരണം. അപ്പൊ അതിന് ആദ്യം എന്ത് വരയ്ക്കണം? എക്സ് വൈ ലൈൻ വരയ്ക്കണം. റെഫറൻസ് ലൈൻ നമ്മൾ വരച്ചു. റെഫറൻസ് ലൈൻ വരച്ചതിന് ശേഷം ഇനി നമുക്ക് നോക്കാം ഇതിന്റെ എന്ത് വ്യൂ വരയ്ക്കേണ്ടത്? ഫ്രണ്ട് വ്യൂ ആണ് വരയ്ക്കേണ്ടത്. ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കുന്ന വ്യൂ അല്ലെ? ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ വ്യൂ ഉള്ള വ്യൂ. അത് എവിടെ വരും? വി പി എന്നുള്ള പോയിന്റിൽ വരും. വി പി എന്നുള്ള പ്ലെയിനിൽ വരും. വി പി എന്നുള്ള പ്ലെയിനിൽ ഇതിന്റെ ഫ്രണ്ട് വ്യൂ ഇവിടുന്ന് പ്രൊജക്ടേഴ്സിൽ ഇവിടെ വരും അല്ലെ? അത് എത്ര എം ഡിസ്റ്റൻസിലാണ്? ഈ എക്സ് വൈ ഇവിടെയാണ് നമ്മുടെ എക്സ് വൈ ലൈൻ ഉണ്ടാവുക. എക്സ് വൈ ലൈനിന് എത്ര എം ഡിസ്റ്റൻസിലാണ് ഉണ്ടാവുക? 40 mm. എവിടെയാണ് ഉണ്ടാവുക? മുകളിലാണോ താഴെയാണോ? എക്സ് വൈ ലൈനിന് 40 mm താഴെ. അപ്പൊ നമുക്ക് ഇവിടെ എക്സ് വൈ ലൈനിന് 40 mm താഴെ നമുക്കൊരു പോയിന്റ് മാർക്ക് ചെയ്യാം. അപ്പൊ എക്സ് വൈ ലൈനിന് 40 mm താഴെ ഞാനൊരു ലൈൻ വരച്ചു. ആ ലൈനിന് നമുക്ക് ഡയമെൻഷൻ ചെയ്ത് എത്രയാണ്? 40 mm താഴെയാണെന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി അവിടുത്തെ കിട്ടുന്ന പോയിന്റിന് എങ്ങനെ പേര് കൊടുക്കുക? ഇത് ഏതാണ്? ഏത് വ്യൂ ആണ് നമുക്കിത്? ഫ്രണ്ട് വ്യൂ ആണ്. ഫ്രണ്ട് വ്യൂ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു ഏതാണോ ഇതിന്റെ പേര് ആ പേരിന്റെ സ്മോൾ ലെറ്ററിന്റെ കൂടെ പ്ലസ് ഒരു ഡാഷും കൂടി, അതിന്റെ കൂടെ ഒരു ഡാഷും കൂടി. അപ്പൊ ഇതിങ്ങനെ വരും സ്മോൾ ലെറ്റർ ഡി ഡാഷ് എന്ന് പറയും. ഡി ഡാഷ് നമ്മളിവിടെ മാറിപ്പോയിട്ടുണ്ട്. ഇവിടെ ചെയ്ത് ഡി ഡാഷ് എന്നാണ് നമ്മൾ പി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഡി ഡാഷ് എന്നാണ് വരേണ്ടത്. ഓക്കെ, ബൈ മിസ്റ്റേക്ക് പറ്റിയാണ്, സോറി. അപ്പൊ അടുത്ത സ്ലൈഡിൽ നമുക്ക് അത് തിരുത്താം. അപ്പൊ ഇവിടെ നമുക്ക് ഏത് വരുന്നു? പി ഡാഷ് എന്ന് വരും. ഡി ഡാഷ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഏതാണ്? ഡി ആണ്. അതുകൊണ്ട് ഇവിടെ ഡി ഡാഷ് എന്നാണ് നമുക്ക് പേര് വരേണ്ടത്. ഓക്കെ, ഡി ഡാഷ് എന്ന് പേര് വരണം. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? അടുത്ത് നമുക്ക് ഇതിന്റെ ടോപ്പ് വ്യൂ ആണ് വരയ്ക്കേണ്ടത്. അപ്പൊ ഡി ഡാഷ് മാറിപ്പോയത്. പി ഡാഷ് എന്ന് വരയ്ക്കരുത്, ഡി ഡാഷ് എന്നേ വരയ്ക്കാവുള്ളൂ. സ്മോൾ ലെറ്റർ ഡി ഡാഷ് എന്ന് വരയ്ക്കാവുള്ളൂ. അപ്പൊ ടൈപ്പ് ചെയ്തപ്പോൾ മാറിപ്പോയതാണ്. ഇനി ഓക്കെ, അപ്പൊ നമ്മുടെ ഇനി ടോപ്പ് വ്യൂ ആണ് വരയ്ക്കേണ്ടത്. ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ എവിടുന്ന? മുകളിൽ നിന്ന് നോക്കുമ്പോൾ എവിടെ വരും അത്? ഏത് പ്ലെയിനിലാണ് കിട്ടുക? എച്ച് പിയിലാണ് കിട്ടുക അല്ലെ? മുകളിൽ നോക്കുമ്പോൾ എച്ച് പി. അപ്പൊ ഒരു ട്രാൻസ്പെറന്റ് പ്ലെയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. ട്രാൻസ്പെറന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. മുകളിലും താഴെയും കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണ്, മുകളിൽ നമ്മൾ നോക്കുകയാണ്. എത്ര എം എം മാറിയിട്ടായിരിക്കും? ഇവിടെയാണ് എക്സ് വൈ ലൈൻ. എക്സ് വൈ ലൈനിൽ നിന്ന് വി പി എത്ര മാറിയിട്ടാന്ന് പറഞ്ഞാൽ ഇൻ ഫ്രണ്ട് ഓഫ് 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നാണ് പറഞ്ഞത്. അപ്പൊ 20 mm മാറിയിട്ടാണ്. അപ്പൊ ഇവിടുന്ന് ഈ പോയിന്റിൽ നിന്ന് എത്രയായിരിക്കും? 20 mm മാറിയിട്ടായിരിക്കും നമുക്ക് ഇവിടെയാണ് ആ പോയിന്റ് കിട്ടി. 20 mm എവിടെയാണോ അവിടെയാണ് നമുക്ക് ആ പോയിന്റ് കിട്ടുക. അപ്പൊ ആ പോയിന്റ് കിട്ടുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടി. ഏത് പ്ലെയിനിലാണ് കിട്ടി? എച്ച് പിയിൽ കിട്ടി. ഒരു പോയിന്റ് എച്ച് പിയിലും ഒരു പോയിന്റ് വി പിയിലും കിട്ടി. ഇങ്ങനെ വരുന്ന സമയത്ത് എന്താണ് പ്രശ്നം പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ഒരു പ്ലെയിനിലേക്ക് വരയ്ക്കാൻ നമുക്ക് ഇത് വരയ്ക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എച്ച് പി എന്നുള്ള പ്ലെയിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം. എങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യണം? ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യണം. ക്ലോക്ക് വൈസിലാണ് ഏത് റൊട്ടേറ്റ് ചെയ്യുള്ളൂ? എച്ച് പി റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ ക്ലോക്ക് വൈസിൽ എച്ച് പി റൊട്ടേറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ പോയിന്റ് എവിടെ കിട്ടും? ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര ഡിസ്റ്റൻസിലാണ് ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ 20 mm അല്ലെ? താഴേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോഴോ ആ പോയിന്റ് എവിടെ വരും? ഇവിടുന്ന് 20 mm താഴെയായിട്ട് വരും അല്ലേ? കറക്റ്റ് അല്ലേ?
അതായത് നമ്മൾ ടോപ്പ് വ്യൂവിന് നമുക്ക് ഇവിടെ കിട്ടി. ഇനി ഇവിടെ ഇങ്ങനെ ഒരു പ്ലെയിനിൽ ഇരുന്ന് കഴിഞ്ഞാൽ എൽ ഷേപ്പിലൊരു പ്ലെയിനിൽ നമുക്കൊരു പേപ്പറിലേക്ക് വരയ്ക്കാൻ പറ്റില്ല. പേപ്പറിലേക്ക് വരയ്ക്കണമെങ്കിൽ ഈ എച്ച് പി എന്നുള്ള പ്ലെയിന് ഇതിന് നേരെ ആവണം. അപ്പം നേരെ ആവണമെങ്കിൽ എച്ച് പിന് നമ്മൾ എന്ത് ചെയ്യണം? റൊട്ടേറ്റ് ചെയ്യണം. വി പിനെ ഒരിക്കലും നമ്മൾ റൊട്ടേറ്റ് ചെയ്യില്ല. വി പി എപ്പോഴും വി ഐ പി ആണ്, അനങ്ങാതിരിക്കുകയുള്ളൂ. നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റിയ ആകെ ഒരു സാധനം എച്ച് പി ഉള്ളൂ. എച്ച് പിനെ എങ്ങനെയേ റൊട്ടേറ്റ് ആവുള്ളൂ? ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ആവുള്ളൂ. ക്ലോക്ക് വൈസിൽ മനസ്സിലാവുന്നുണ്ടോ? ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ആവുള്ളൂ. തിരിച്ച് റൊട്ടേറ്റ് ആവില്ല. അത് നമ്മൾ എന്തിനു വേണ്ടി എടുക്കുള്ളൂ? ക്വാഡ്രന്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുള്ളൂ? ആന്റി ക്ലോക്ക് വൈസിൽ നമ്മൾ എണ്ണുള്ളൂ. അതേസമയം എച്ച് പിനെ റൊട്ടേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസിൽ മാത്രമേ റൊട്ടേറ്റ് ചെയ്യുള്ളൂ. ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഈ ദൂരം, അതായത് ഈ പ്രൊജക്ട് ചെയ്ത് കിട്ടിയാണ് പോയിന്റിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 20 mm കിട്ടിയ. അപ്പൊ ഇത് നേരെ താഴേക്ക് വരുമ്പോൾ ഈ പോയിന്റ് ഈ ലൈനിൽ അപ്പോൾ എത്രയിലായിരിക്കും കിട്ടും? 20 mm തന്നെ നമുക്ക് ഇവിടെ കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ വരച്ച, അതായത് ഈ പ്രൊജക്ഷൻ വരച്ചിരിക്കുന്ന പോയിന്റും ഈ പോയിന്റും ഒരേ ലൈനിൽ നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ ഈ ലൈനിൽ തന്നെ നമുക്ക് 20 mm മാറിയിട്ട് നമുക്ക് എന്ത് ചെയ്തു? അടുത്ത ഇതിന്റെ ടോപ്പ് വ്യൂ നമുക്ക് കിട്ടി. ഇനി അവിടുത്തെ പോയിന്റ് എന്ത് പേര് കൊടുക്കും? ഇവിടെ നാം പ്രിന്റ് ചെയ്ത് മാറിപ്പോയതാണ്. ഏതാ കൊടുക്കണ്ടേ? ഇവിടെ ഡി ആണ്. അതുകൊണ്ട് ഏതായിരിക്കും കൊടുക്കുക? ഡി, സ്മോൾ ലെറ്റർ ഡി ആണ് നമ്മൾ ഇവിടെ പേര് കൊടുക്കുക. സ്മോൾ ലെറ്റർ ഡി, പി അല്ല, സ്മോൾ ലെറ്റർ ഡി. അപ്പൊ അതൊന്ന് തിരുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. മാറിപ്പോയതാണ്, എനിക്ക് മിസ്റ്റേക്ക് ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഡിയും ഇത് ഡി ഡാഷും ആണ്. സ്മോൾ ലെറ്റർ ആണ്. ഇവിടെ ഏതാണോ ലെറ്റർ കൊടുത്തിരിക്കുന്നത് ആ ലെറ്ററിന്റെ സ്മോൾ ലെറ്റർ ആണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് 2 പോയിന്റുകൾ കിട്ടി. അപ്പോൾ ഇതിന്റെ ടോപ്പ് വ്യൂ കിട്ടി. ഇത് ഏത് വ്യൂയാണ്? ഇതിന്റെ ഫ്രണ്ട് വ്യൂവും കിട്ടി. ക്ലിയർ ആയോ? എങ്ങനെ കിട്ടിയെന്നുള്ള ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പൊ ഇനി അടുത്തത് എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു. എന്താണ് ഈ ഡയമെൻഷൻ ഏത് രീതിയിലാണ് ഇവിടെ, ഏത് യൂണിറ്റിലാണ് അടയാളപ്പെടുത്തുന്നത് നമ്മൾ ഇവിടെ എഴുതിയണം അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഇതിന്റെ ഓൾ ഡയമെൻഷൻ എന്ന് പറഞ്ഞ MM എന്നുള്ളത് ഇവിടെ താഴെ എഴുതിയിരിക്കണം. ഇതോടെ നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. പ്രത്യേകം പറയുന്നു, ഈ 2 പോയിന്റുകളുടെ പേര് കൊടുക്കുന്നത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിവിടെ ബൈ മിസ്റ്റേക്കിൽ ചെയ്തു പോയതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഡി ഡാഷ് എന്നുള്ളതും സ്മോൾ ലെറ്റർ ഡിയും ഇവിടെ സ്മോൾ ലെറ്റർ ഡിയും ഇവിടെ സ്മോൾ ലെറ്റർ ഡി ഡാഷും എഴുതുക. ഓക്കെ. അപ്പൊ ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഇതോടുകൂടി നമ്മുടെ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻസ് നമ്മളിവിടെ തീരുകയാണ്. ഇനി ഇതിന്റെ കുറച്ച് എക്സസൈസുകൾ, പ്രോബ്ലം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ആ പ്രോബ്ലം നോക്കി ഓരോ പ്രോബ്ലവും അതിന്റെ ആൻസറുകൾ എല്ലാത്തിനും കൂടി ഒരൊറ്റ XY ലൈൻ വരച്ചിട്ട് നമ്മൾ അതിന്റെ നമ്പർ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഏതാണോ ക്വസ്റ്റ്യൻ എന്നുള്ള നമ്പർ മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന്റെ XY ലൈൻ അതിന്റെ പ്രൊജക്ഷൻസ് വരയ്ക്കുക. ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും വരയ്ക്കുക. അപ്പോൾ ഒരേ ലൈനിൽ തന്നെ നമുക്ക് മുകളിലും താഴെയൊക്കെ ആയിട്ട് കുറേ ലൈനുകൾ, കുറേ പോയിന്റുകൾ നമുക്ക് കിട്ടും. എന്നിട്ട് ഡയമെൻഷൻ ചെയ്യുക. ഇനിയിപ്പോൾ അതിൽ ഒരു ലൈന് തീരുന്നില്ല, 2 3 അല്ലെങ്കിൽ ഓരോന്നിനും ഓരോ ലൈൻ വരയ്ക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. അപ്പോൾ എക്സാമിന് ചിലപ്പോൾ നമുക്ക് ഇതേപോലെ ഒരൊറ്റ പോയിന്റ് തന്നെ തരും. ചിലതിപ്പോൾ 2 3 ഒരു പോയിന്റ് തന്നെ 2 3 ലൊക്കേഷനിലാണെന്ന് പറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? 2 എണ്ണം 3 എണ്ണം ഒക്കെ ഒരു ലൈനിൽ XY ലൈൻ തന്നെ നമുക്ക് വരച്ച് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയും വരച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ അസൈൻമെന്റ് ഗ്രൂപ്പിൽ ഒന്ന് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ. അതിനകത്ത് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി അതിനകത്ത് കൂടുതൽ ക്ലാസ്സുകൾ, അതായത് കൂടുതൽ പ്രോബ്ലം ഞാൻ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയുക. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഒരു 1 2 പ്രോബ്ലമോടെ ഞാൻ വീണ്ടും ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഡൗട്ടുകളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും ഒരു പുതിയ വിഷയമായിട്ട് പുതിയ ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.